ഹരി സെറ്റിലേക്ക് ചാരിയിരിക്കുകയാണ്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ചടങ്ങിന് ശേഷം റിയാൻഷും ലച്ചും റോഷ്നിയും തിരിച്ചറ വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു വേദന പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിലുണ്ട്. ഹരി. റിയാൻഷിന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ തുറന്ന് അവൻ നേരെ ഇരുന്നു. പോകാൻ റെഡി താഴേക്ക് വന്നിരിക്കുകയാണ് റിയാൻഷ്. അവൻ്റെ മുഖത്തും ഒരു വല്ലായ്മയുണ്ട്. പോയിട്ട് വരാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കേ. ഒരാഴ്ച അതിൽ കൂടുതൽ ശ്രീ അവിടെ നിൽക്കില്ല, ഇങ്ങോട്ട് വരും. കുറച്ച് ദിവസം അവിടെയും കുറച്ച് ദിവസം അവിടെയുമായിട്ട് പോവട്ടെ. റിയാൻഷ് പറയുമ്പോൾ ഹരി ഒരു ചിരിയോടെ തല കുലുക്കി. ഇങ്ങനെ പറയുന്നതിനെ ഒരാശ്വാസമാണ്. അപ്പോഴേക്കും ലച്ചും ഇറങ്ങി വന്നു. അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഒന്നുമില്ല, വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെയാണ് പോകുന്നത്. കയ്യിലൊരു ഹാൻഡ് ബാഗ് മാത്രമുണ്ട്. കണ്ണുകൾ രണ്ടും കരഞ്ഞ പോലെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. മുഖത്തുമുണ്ട് ഒരു ചുവപ്പ്. വേദന തിങ്ങി നിൽക്കുന്ന പോലെ ഒരു ചുവപ്പ്. ഹരി ലച്ചുവിനെ കണ്ടതും സെറ്റിൽ നിന്നും എഴുന്നേറ്റും. അവളെ കണ്ടതും അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൻ അമർത്തി തുടച്ചു. ലച്ചു സ്റ്റെപ്പിറങ്ങി നേരെ വന്ന് ഹരിയുടെ നേരെയാണ്. അവൻ കൈ നീട്ടി പിടിച്ചപ്പോൾ അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. വിഷമിക്കേണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കല്ലോ, അപ്പുറത്തേക്ക് ആളില്ലേ. ഞാൻ രാവിലെ പോയാൽ രാത്രിയല്ലേ വരുമോ ഒന്നുറങ്ങാൻ? എന്തിനാ ഇവിടെ ആള്? ഹരി അവൻ്റെ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ലച്ചു അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് തേങ്ങി. വിവാഹം കഴിഞ്ഞ അന്ന് റിയാൻഷിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പോലും ഇത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവൻ ഓഫീസിൽ പോകുമ്പോൾ കഴിക്കണം, രാത്രി വന്നിട്ട് കഴിക്കണം, ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചാലായി, അല്ലെങ്കിൽ അതുമില്ല. അതൊക്കെ അവൾക്ക് അറിയാത്ത കാര്യമാണോ? ഒരിക്കലുമല്ല. ലച്ചു. ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി നിൽക്കുന്നവളെ തലയിൽ തഴുകിക്കൊണ്ട് അവൻ വിളിച്ചു. ലച്ചു മുഖമയർത്തി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പോയിട്ട് വാ ലച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം, ഇങ്ങനെ പാടുപെടുത്തലേ. ഹരി പറയുമ്പോൾ ലച്ചുവിനെ നോട്ടം പോയത് റിയാൻഷിലേക്കാണ്. രണ്ടുപേരെയും നോക്കിക്കൊണ്ട് സീറ്റിലിരിക്കുകയാണ്. ഈ കരച്ചിലും പിഴിച്ചിലും ഇപ്പോഴൊന്നും കഴിയില്ലെന്ന പോലെയാണ് അവൻ്റെ ഇരിപ്പ്. ജോലിക്കൊരു സ്ത്രീ വരും, അവർ രാവിലെ വന്ന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി തരും. കഴിക്കാതെ പോവരുത് കേട്ടോ ഏട്ടാ. രാത്രിക്കുള്ളത് വല്യമ്മ കൊണ്ടുത്തരും, അതും കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ കിടക്കരുത്. ഇടയ്ക്ക് ഓരോ വാക്കുകൾ പറയുമ്പോഴും അവളുടെ ശബ്ദം ഇടർന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഹരി അവളുടെ നെറ്റിയിൽ പതിയെന്ന് മുത്തിക്കൊണ്ട് ആ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എല്ലാം ഞാൻ നോക്കിക്കൊണ്ട്. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതിനൊക്കെ എനിക്കറിയാം. നീ ചെല്ല്. വല്ലാതെ രാത്രി ആവണ്ട, അവിടെ കയറി ചെല്ലാനുള്ളതല്ലേ. അവരൊക്കെ ഉറങ്ങുന്നതിന് മുൻപ് ചെല്ല്. ഹരി അവളുടെ തലമുടി ഒതുക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് അവൾ അവൻ്റെ കവളിൽ അമർത്തി മുത്തി. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു. 2 കൈകൾ കൊണ്ടും അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ലച്ചു തിരിച്ചും കെട്ടിപ്പിടിച്ചു. ലച്ചു പോകുന്ന വിവരം അറിഞ്ഞതുകൊണ്ട് വല്യമ്മമാരും വല്യച്ഛന്മാരും ഒക്കെ ആ സമയം അകത്തേക്ക് വന്നു. ലച്ചു ഹരിയിൽ നിന്നും അകന്നു. ഹരി മുഖം തിരിച്ചുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. അപ്പോഴേക്കും റെഡിയെ പെട്ടിയും താങ്ങി റോഷ്നിയും സ്റ്റെയർ ഇറങ്ങി വന്നു. അവളുടെ നോട്ടം ആദ്യം പോയത് മുഖം അമർത്തി തുടയ്ക്കുന്ന ഹരിയിലേക്കാണ്. അവൾക്ക് പാവം തോന്നി. സങ്കടം നിറഞ്ഞ മുഖത്തോടെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ഹരി മുഖമൊക്കെ തുടച്ച് ലച്ചുവിനെ ചേർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു. ഇനി വൈകണ്ടളിയാ, ഇറങ്ങാൻ നോക്കിക്കോ. ഹരി പറഞ്ഞതും റിയാൻഷ് സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. അവൻ ആരെയും നോക്കാതെ കാറിൽ പോയി കയറി. ഹരി ലച്ചുവിനെ ചേർത്ത് പിടിച്ചിട്ട് കാറിൽ കയറി. പിന്നിലെ ഡോർ തുറന്ന റോഷ്നിയുടെ പെട്ടി വെച്ചു. പിന്നാലെ അവനിത് നോക്കിക്കൊണ്ട് റോഷ്നിയും കയറി. ചുറ്റും അവരൊക്കെ നോക്കി നിൽക്കുന്നതുകൊണ്ട് റോഷ്നിക്ക് ഹരിയോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ കൊണ്ട് പോവുകയാണ് എന്ന് കാണിച്ചപ്പോൾ അവളുടെ കവളിൽ അവൻ പതിയെ തലോടി. എന്തിനേയും റോഷ്നിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കുമ്പോൾ ഹരി ഡോർ അടച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് അവളെ നീറ്റിയിൽ മൊത്തി. സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ വരാം. ഹരി പറയുമ്പോൾ ലച്ചു തേങ്ങലോടെ മോളി. ഹരിയെ നോക്കി തലയാട്ടിക്കൊണ്ട് റിയാൻഷ് വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി പോകുന്നത് നോക്കി ഹരി മുറ്റത്ത് നിന്നും നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കുറച്ചു നേരം അവൻ ആ നിൽപ്പ് അങ്ങനെ നിന്നു. റിയാൻഷ് കാർ നിർത്തി തല ചിരിച്ചു നോക്കി. കണ്ണുകൾ അടച്ച സീറ്റിലേക്ക് ചാരിയിരിക്കുകയാണ് ലച്ചു. വീടെത്തിയത് അറിഞ്ഞതും റോഷ്നി കാർ തുറന്ന് ഇറങ്ങി. ശ്രീ. അവളുടെ കാൽമുട്ടിൽ പതിയെ തട്ടിക്കൊണ്ട് റിയാൻഷ് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. കാർ നിർത്തിയെന്ന് മനസ്സിലായതും അവൾ ചുറ്റും നോക്കി. വീടെത്തിയെന്ന് കണ്ടപ്പോൾ എന്തിനെന്നറിയാത്തൊരു സങ്കടം വീണ്ടും അവളെ പൊതിഞ്ഞു. ഇറങ്ങ്. റിയാൻഷ് പറഞ്ഞതും ലച്ചു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം റിയാൻഷും ഇറങ്ങി. പിന്നിൽ നിന്നും റോഷ്നിയുടെ പെട്ടിയും കയ്യിൽ പിടിച്ച് വലത്തെ കൈയിൽ ലച്ചുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവൻ സ്റ്റെപ്പ് കയറി. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വലതും പറഞ്ഞാൽ അതവളെ വിഷമം കൂട്ടുക മാത്രമേ ചെയ്യൂവെന്ന് അവനറിയാം. അതുകൊണ്ടാണ് മിണ്ടാതെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയത്. റോഷ്നി ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരിക്കുന്ന തിരക്കിലാണ്. റോഷ്നി നേരെ ചെന്ന് സെറ്റിലിരുന്നു. ആ വന്നോ? കൈ കഴുകി ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് നടക്കുന്ന രുദ്രനാണ് റോഷ്നി ആദ്യം കണ്ടത്.
അവൻ അതും ചോദിച്ചുകൊണ്ട് നേരെ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ ശബ്ദം കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് നീണ്ടു. ആ സമയം തന്നെയാണ് ലച്ചുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് റയാൻഷ് അകത്തേക്ക് കയറി വന്നത്. കഴിക്കാനിരുന്നവർ ആരും ഇരുന്നിടത്തൊന്നും എഴുന്നേറ്റില്ല. കയ്യിലുള്ള പാത്രം ടേബിളിൽ വെച്ചിട്ട് സുഭദ്ര വേഗം അവർക്കടുത്തേക്ക് വന്നു. അമ്മ വരുന്ന കണ്ടതും റയാൻഷ് അവളുടെ കയ്യിൽ പിടിവിട്ടു. അതറിഞ്ഞതും ലച്ചു മുഖം ചേരിച്ചുകൊണ്ട് അവനെ നോക്കി. എന്തോ ഒരു പേടി. അവളും അവളുടെ ഏട്ടനും കുഞ്ഞിയും കിച്ചുവേട്ടനും മാത്രമുണ്ടായിരുന്ന ലോകത്തുനിന്ന് ഒരുപാട് പേരുള്ള ഒരു ലോകത്തേക്ക് വന്ന പോലെ ഒരു തോന്നൽ. അതിൻ്റെ ടെൻഷൻ അവളുടെ മുഖത്ത് നിറഞ്ഞിരുന്നു. കഴിച്ചിട്ടാണോ വന്നത്? ലച്ചുവിൻ്റെ കവിൾ തലോടി സുഭദ്ര ചോദിച്ചു. ലച്ചു അതിന് തല കുലുക്കി. കുറച്ച് വലുതും കഴിക്കണോ? വീണ്ടും ചോദിച്ച ചോദ്യത്തിന് ലച്ചു വേണ്ടെന്ന് തലയാട്ടി. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നവരെ മുഴുവനായും കാണാൻ പറ്റില്ല. അതുകൊണ്ട് സുഭദ്ര അവളുടെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവരൊന്നും ഇങ്ങോട്ട് വന്ന് കാണില്ല, അവിടെ പോയി കാണും, അല്ലെങ്കിൽ അതിനാകും. സുഭദ്ര മുന്നോട്ട് നടന്നു പോകുമ്പോൾ ലച്ചു റയാൻഷൻ തിരിഞ്ഞു നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് സെറ്റിലേക്ക് ഇരുന്നു. റോഷ്നി സെറ്റിൽ നിന്നും എഴുന്നേറ്റ് ലച്ചുവിൻ്റെ പിന്നാലെ നടന്നു. അല്ലെങ്കിൽ തന്നെ കരഞ്ഞു പിഴിഞ്ഞാ വരുന്നത്. അതിൻ്റെ കൂടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. ആ, മോള് വന്നോ? കഴിച്ചോ? ലച്ചുവിനെ കണ്ടുടനെ മുത്തശ്ശി ചോദിച്ചു. ലച്ചു അതിനെ ചെറുചീരിയോടെ തല കുലുക്കി കാണിച്ചു. മോളെ പോയിരുന്നോ? ഞങ്ങൾ കഴിച്ചിട്ട് വരാം. എന്താ പറയേണ്ടത് ചെയ്യേണ്ടതെന്നറിയാതെ നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അവൾ സുഭദ്രയെ നോക്കിയതും അവനും കണ്ണു കാണിച്ചു. ലച്ചു തിരിഞ്ഞു നടന്നു. സുഭദ്ര കഴിക്കാൻ ചെയറിലേക്കിരുന്നു. ലച്ചുവിൻ്റെ പിന്നാലെ പോകാതെ ടേബിളിരുന്ന വെള്ളം കുടിച്ച ശേഷം റോഷ്നി തിരിഞ്ഞു നടന്നു. ലച്ചു ഹാളിലേക്ക് പോകുമ്പോഴാണ് രുദ്രൻ അവളെ കടന്ന് ഡാനിങ് ഹാളിലേക്ക് പോകുന്നത്. അവൻ ലച്ചുവിനെ നോക്കി ചിരിച്ചതും അവളും തിരിച്ച് ചിരിച്ചു കൊടുത്തു. ലച്ചു നേരെ വന്ന റയാൻഷിൻ്റെ അടുത്തിരുന്നും കുറച്ച് നീങ്ങിയിരിക്കുന്നവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവളിലേക്ക് അവളെ ചേർത്തിരുത്തി. ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് റയാൻഷെ നോക്കി പേടിപ്പിച്ചു. അടങ്ങിയിരിക്കുക. അതിൻ്റെ ഒപ്പം അവൾ പറയുകയും ചെയ്തു. അവനൊന്നും മിണ്ടിയില്ല. അടുത്തേക്ക് മുഖം കൊണ്ടുവന്ന ആ കവളിൽ ഒന്ന് അമർത്തി മുത്തി. ഡാനിങ് ഹാളിലിരിക്കുന്ന ആർക്കും അവരെ കാണാൻ കഴിയുന്ന ഉറപ്പിൽ തന്നെയായിരുന്നു അത്. ലച്ചുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. റോഷ്നി നടന്നു വരുന്ന ശബ്ദം കേട്ടപ്പോൾ ലച്ചു മുഖം നേരെ പിടിച്ചുകൊണ്ട് നേരെയിരുന്നു. റയാൻഷ് അവളുടെ ഇടുപ്പിൽ ഇരുന്ന കൈമാറ്റി നേരെയിരുന്നു. റോഷ്നി നേരെ വന്ന് ലച്ചുവിൻ്റെ അടുത്തിരുന്നു. ഏട്ടത്തിക്ക് എന്തെങ്കിലും കഴിക്കണോ? അവിടെ നിന്നും കഴിച്ചില്ലല്ലോ. റോഷ്നി ചോദിക്കുമ്പോൾ ലച്ചു വേണ്ടെന്ന് തലയാട്ടി. വേണ്ടാഞ്ഞിട്ടാ, പോവില്ല. ലച്ചു പറയുമ്പോൾ റോഷ്നി പിന്നെ നിർബന്ധിക്കാനും പോയില്ല. 3 പേരും അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഒന്നും പരസ്പരം മിണ്ടിയില്ല, മിണ്ടാൻ കഴിയുന്നില്ല. മനസ്സിപ്പോഴും ആ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നവരിലാണ്. കഴിച്ചു കഴിഞ്ഞ് ഓരോരുത്തരായി ഹാളിലേക്ക് വന്നതും ലച്ചു വേഗം ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് റയാൻഷ് ഇരിക്കുന്ന സെറ്റിയുടെ പിന്നിലായി വന്നു നിന്നു. അവളോട് ഇരിക്കാൻ റയാൻഷ് പറഞ്ഞതുമില്ല. ആദ്യമായിട്ടല്ലേ അവർക്കിടയിൽ ഇതുപോലെ. അപ്പോൾ അവൾ ഇരിക്കില്ലെന്ന് അവന് ഉറപ്പുണ്ട്. ഏട്ടൻ അവിടെ ഒറ്റയ്ക്കായല്ലേ? ലച്ചുവിനെ നോക്കി മുത്തശ്ശനാണത് ചോദിച്ചത്. ലച്ചു അതിനൊന്നും മോളി. അങ്ങനെ ചോദിച്ചാൽ ചാടാൻ നിൽക്കുന്ന കണ്ണുനീർ അവളുടെ കണ്ണിലുണ്ട്. അതിനെ കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ നിന്നു. സാരില്ല, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിതം. ഒറ്റയ്ക്കാണെന്ന് കരുതി ജീവിക്കണ്ടേ? മുന്നോട്ട് പോവുക. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ലച്ചുവിനെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അദ്ദേഹം അവളെ സമാധാനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു. വല്യച്ഛന്മാരും വല്യമ്മയും അപ്പച്ചിയും ഒക്കെയാണ് മുഖം കയറ്റി വെച്ചിരിക്കുന്നത്. വേറെ ആർക്കും കുഴപ്പമില്ല. ഈ ബന്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ പ്ലാൻ? ഇനി ഒരു മടക്കില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വല്യച്ഛൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അതേ ഗൗരവത്തിൽ തന്നെ അവൻ മറുപടി കൊടുത്തു. ഇനി അതിനെക്കുറിച്ച് അവിടെ ഒരു സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ വാക്കുകൾ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറിയത്. പിന്നെ അതിനെക്കുറിച്ച് അവിടെ ഒരു സംസാരം ഉണ്ടായില്ല. മക്കൾ പോയി കിടന്നോളൂ, യാത്രയ്ക്ക് കഴിഞ്ഞു വന്നതല്ലേ. സുഭദ്ര അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു പറഞ്ഞതും ആദ്യം ചെയറിൽ നിന്ന് എഴുന്നേറ്റത് അഞ്ജുവാണ്. അവളൊരു ചിരിയോടെ ലച്ചുവിനെ നോക്കി. ലച്ചു തിരിച്ചും ചിരി കൊടുത്തു. രണ്ടുപേരും ഒരുപോലെയാണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നത്. ഒരു 2-3 സ്റ്റെപ്പ് കയറിയപ്പോൾ ലച്ചു തിരിഞ്ഞു നോക്കി. ഒപ്പം കയറിയവൾ ഒപ്പമില്ലെന്ന് കണ്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. പതിയെ പിടിച്ച് കയറി വരുന്നവളെ കണ്ടതും ലച്ചു വേഗം സ്റ്റെപ്പ് ഇറങ്ങി അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചു. കയറാൻ ബുദ്ധിമുട്ടുണ്ടോ? അഞ്ജുവിൻ്റെ കയ്യിൽ പിടിക്കുന്നതിനൊപ്പം ലച്ചു ചോദിച്ചു. അഞ്ജു അതിനെ തല കുലുക്കി. ചെറിയൊരു പ്രയാസമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള പേടി കൊണ്ടാവാം. അഞ്ജു പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. അവളുടെ കൈ പിടിച്ചുകൊണ്ടാണ് ലച്ചു മുകളിലേക്ക് നടന്നത്. ആദ്യം അഞ്ജുവിൻ്റെ റൂമാണ്. അവൾ അതിലേക്ക് കയറിയപ്പോൾ ലച്ചു അവിടുന്ന് അവളുടെ റൂമിലേക്ക് നടന്നു. കുറച്ചു നേരം നിൽക്കുന്ന ശേഷം ഹരി തിരിഞ്ഞു നടന്നു. എല്ലാവരും മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. നീ കഴിച്ചോ? വല്യമ്മയുടെ ചോദ്യത്തിനൊന്നും മൂളിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. ആരും പിന്നെ അവിടെ നിന്നില്ല. എല്ലാവരും അവരുടെ വീട്ടിലേക്ക് നടന്നു. അകത്തേക്ക് കയറി ഹരി വാതിലടച്ച് ലോക്കാക്കി. ഹാളിലൂടെ നടക്കുമ്പോൾ നോട്ടം ആദ്യം സെറ്റിയിലേക്കാണ്. അവിടെ നീണ്ടു നിവർന്നുകൊണ്ട് ആരോ കിടക്കുന്ന പോലെ അവന് തോന്നി. അവൻ ദേഷ്യപ്പെടാൻ ഒന്നുകൂടെ ഞെളിഞ്ഞു കിടക്കുന്നവളെ ഓർമ്മ വന്നപ്പോൾ അവൻ ചിരിച്ചു. നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവിടെ ഒരുവൾ പണിയിലാണ്.
ഏട്ടന് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു അനിയത്തി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കുക്കിംഗ് ഒന്നും അറിഞ്ഞിരുന്നില്ല, ഇപ്പോൾ എല്ലാം അറിയാം. അവൻ ഫ്രിഡ്ജിൽ തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് പുറത്തേക്ക് വന്നു. ഹാളിൽ ടി വി കണ്ടുകൊണ്ട് ഈ സമയം റേൻഷുണ്ടാവും. ഹരി ടി വി ഓണാക്കി സെറ്റിലേക്ക് ഇരുന്നു. കുറച്ചു നേരം ടി വി കണ്ടു. അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ലാപ്പ് ഓണാക്കി അതിൻ്റെ മുന്നിൽ കുറച്ചു നേരം ഇരുന്നു. ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവനത് ഓഫാക്കി ടേബിളിൽ വെച്ച് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. വീട്ടിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുറച്ച് സമയം കടന്നു കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി. കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവൻ തലയിണയിലേക്ക് മുഖം അമർത്തി. കിടന്നു വന്നല്ലാതെ ഉറക്കം വന്നില്ല. വലിയ വീട്ടിൽ ഒറ്റയ്ക്കായ പോലെ, ഈ ലോകത്ത് ഒറ്റയ്ക്കായ പോലെ. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് മുഖം ഉയർത്തിയില്ല. ആരോടും സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. വീണ്ടും റിങ് ചെയ്തു. ഹരി നോക്കിയില്ല. ഫോൺ കട്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും റിങ് ചെയ്തു. ഹരി മുഖമുയർത്തി ടേബിളിലിരുന്ന ഫോൺ കയ്യിലെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ റോഷ്നി എന്ന പേര് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. കാറിൽ കയറി കണ്ണും നിറച്ചുകൊണ്ട് അവനെ നോക്കിയ നോട്ടം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. എന്താണ് കുഞ്ഞിപ്പണേ, ഉറക്കമൊന്നുമില്ലേ? ഫോൺ എടുത്തപാടെ ചിരിയോടെ അവൻ ചോദിച്ചു. അതുവരെ അവനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ അകന്നു പോയ പോലെ. അപ്പുറത്ത് മൗനമാണ്. മുഖം ഉരുട്ടിക്കയറ്റി വെച്ചിട്ടുണ്ട്. 3-4 വട്ടം അടിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ദേഷ്യമാണ്. കരഞ്ഞ് നിലവിളിച്ച് കിടക്കുമായിരുന്നു. അതാണോ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഇത്രയും താമസം? അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മറുചോദ്യം ചോദിച്ചു. ഹരി അതിന് ചിരിച്ചു. ആ ചിരി അവൾക്ക് കേൾക്കുകയും ചെയ്തു. കരഞ്ഞ് നിലവിളിച്ച് കിടക്കാൻ ഞാനെന്താ ചെറിയ കുട്ടിയാണോ? ഒരു മൂഡില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടന്നതാ. ഫോൺ നോക്കിയില്ല. ഈ കുഞ്ഞിപ്പെണ്ണെ വിളിക്കുന്നെന്ന് എനിക്കറിയില്ലല്ലോ. എന്നാ ഞാൻ ഫസ്റ്റ് റിങ്ങിൽ കോൾ എടുക്കില്ലേ? ഞാൻ ഇന്ന് 2 തവണ കുളിച്ചതാ, ഇനി സോപ്പ് തേക്കണ്ട. അവളുടെ മറുപടി കേട്ട് പൊട്ടി വന്ന ഒരു ചിരി ഹരി കടിച്ചു പിടിച്ചു. ചിരിച്ചാൽ പിന്നെ അതായി. എന്താണ് ഈ നേരത്തൊരു വിളി? ഞാൻ കരഞ്ഞു കിടക്കുവാണെന്ന് അറിയാൻ വിളിച്ചതാണോ? അതെ, അതിന് വിളിച്ചു തന്നെയാ. ഹരിക്കുട്ടൻ ഇത്തിരി ഇമോഷണൽ ആയിരുന്നല്ലോ, അത് മാറ്റാൻ വേണ്ടി വിളിച്ചതാ. അത് മാറി വിളിക്കുന്നത് കുഞ്ഞിപ്പെണ്ണാണെന്ന് കണ്ടതും എൻ്റെ മൂഡ് മാറി. ഹരി കളിയോടെ പറയുമ്പോൾ റോഷ്നി ചിരിച്ചു. എപ്പോഴാ അവിടെ എത്തിയത്? ലച്ചു എന്ത് ചെയ്യുവാ? ഉറങ്ങാൻ റൂമിൽ പോയോ? ചെന്ന ഉടനെ എല്ലാവരും ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞോ? ലച്ചു അവിടെ ചെന്നപ്പോൾ എന്താ നടന്നെന്ന് അറിയാനുള്ള ഒരു ത്വര അവൻ്റെ വാക്കുകളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് കുറച്ച് സമയമായി. വന്ന എല്ലാവരെയും കണ്ട് സംസാരിച്ച ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് പോന്നു. ഏട്ടത്തിപ്പോൾ ഏട്ടത്തിൻ്റെ റൂമിലേക്ക് പോയി കാണും. ശ്രദ്ധിക്കണം കേട്ടോ. കരത്തിലൂടെ ഹരി പറയുമ്പോൾ റോഷ്നി ഒന്ന് മൂളി. ആ വാക്കുകൾ ചെറുതായി ഇടറിയതുപോലെ അവൾക്ക് തോന്നി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരയാനേ അറിയും. തിരിച്ചു വല്ലതും പറയാനോ പറഞ്ഞത് അളിയനോടോ പറയാനൊന്നും ആൾക്കറിയില്ല. എപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. ഹരി പറയുമ്പോൾ അതിന് റോഷ്നി ഒന്ന് മൂളി. പിന്നെ 2 പേർക്കും ഇടയിൽ മൗനമായിരുന്നു. ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത അവസ്ഥ. ഹരിക്കുട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ റോഷ്നി വിളിച്ചു. സമയം പോകുന്നില്ലടോ. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് കരുതുമ്പോൾ അതിനും കഴിയുന്നില്ല. ആകെ ഒരു വീർപ്പ് മുട്ടൽ. ഹരി പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടിയില്ല. അവൻ ഒറ്റയ്ക്കായി സങ്കടമാണ്. 1-2 ദിവസം കഴിഞ്ഞ് കിട്ടണം ഈ സിറ്റുവേഷനുമായി പൊരുത്തപ്പെടാൻ. നാളെ ഓഫീസിൽ പോകുന്നുണ്ടോ? അവൻ പറഞ്ഞതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അവൾ ആ വിഷയത്തെ തിരിച്ചു വിട്ടു. പിന്നെ പോവാതെ ഇവിടെ ഒറ്റയ്ക്കിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? ഹരി ചിരിയോടെയാണത് പറഞ്ഞത്. പക്ഷേ റോഷ്നി ചിരിച്ചില്ല. ഇറങ്ങാൻ നേരം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊന്നും യാത്ര പറയാൻ പോലും പറ്റിയില്ല. റോഷ്നി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞു. അവർക്കുണ്ടെങ്കിൽ നിനക്കെന്താ യാത്ര പറയുന്നതിൽ ബുദ്ധിമുട്ട്? ഞാൻ പോയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറയാലോ. ഹരി സ്വാഭാവികമെന്ന പോലെ പറഞ്ഞു. അതിൽ കൂടുതൽ എങ്ങനെ യാത്ര പറയും? അവർ കണ്ടുകൊണ്ട് നിന്നാലും എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു യാത്ര പറച്ചിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചോദിക്കുമ്പോൾ അവൻ്റെ പുരുകൻ ചുളിഞ്ഞിരുന്നു. ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തന്ന് കണ്ണൊക്കെ തുടച്ച് അങ്ങനെ ഒരു യാത്ര പറച്ചിലാക്കി കരുതിയത്. നന്നായി അങ്ങനെ ഒരു യാത്ര പറച്ചിൽ ഉണ്ടാവാറുന്നത്. ഹരി പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു. ഒരു നാണോ ഇല്ലാത്തൊരു പെണ്ണ് എങ്ങനെയുണ്ടാകും? റിയാൻഷിൻ്റെ തൊലിയല്ലേ ഇത്തിരി കട്ടി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഓ ഇപ്പം അങ്ങനെയായി. റോഷ്നി ചുണ്ടു കൊട്ടിക്കൊണ്ട് പറയുമ്പോൾ ഹരി ചിരിച്ചു. ഈ പെണ്ണിന് ഇതെന്താ? നിനക്ക് ഉറങ്ങാറായില്ലേ? എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം, ഈ അളഞ്ഞ് ഉറക്കണ്ട. ചുണ്ടു കൊട്ടുന്ന ശബ്ദമാണ് അവസാനത്തെ ആഹും എന്ന ശബ്ദം. എൻ്റെ കുഞ്ഞിപ്പെണ്ണെ, നിന്റെ മൂക്കിപ്പോൾ തെറിച്ചു പോവും നിന്റെ കാരണം. ഹരി ചീറ്റോടെ പറയുമ്പോൾ റോഷ്നി ഒന്നുകൂടെ ചുണ്ടുകൊട്ടി ശബ്ദമുണ്ടാക്കി. അങ്ങനെ എന്നൊരു ശബ്ദമുണ്ടാക്കിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങോട്ട് തെറിക്കട്ടെ എന്ന പോലെ. പിന്നെ കുറച്ചു നേരം 2 പേരും മിണ്ടിയില്ല. വീണ്ടും കുറച്ച് സമയം മൗനം. ഹരിക്കുട്ടാ. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത് റോഷ്നി തന്നെയാണ്. ഹരി ഒന്ന് മോളി. എന്നെ മിസ് ചെയ്തോ? പിന്നില്ലേ,
നിങ്ങൾ പോയി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ണുകൾ പോയത് നീ കിടക്കുന്ന സെറ്റിയേക്കാം. പിന്നെ എവിടേക്കോ നിന്റെ ശബ്ദം കേൾക്കുന്ന പോലെ. ഹരി ഉള്ളതുപോലെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിക്കും അവൻ ഒറ്റയ്ക്കായിട്ടുണ്ടാകും, ആരുമില്ലാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. എന്നാ ശരി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. റോഷ്നി പറയുമ്പോൾ ഹരി ഒന്ന് മോളി. അവൾക്ക് സങ്കടം വന്നിട്ടാണ് അവൾ ഫോൺ കട്ട് ചെയ്തെന്ന് അവന് മനസ്സിലായി. ഹരി ഒന്നും പറഞ്ഞില്ല, ഫോൺ മോളിക്കൊണ്ട് കട്ടാക്കി. ആ സമയം തന്നെ ലച്ചു അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഏട്ടാ, കരയുന്ന പോലെ ഒരു വിളി. റൂമിലെത്തിയപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ അവൾക്ക് സങ്കടം വന്നതാണ്. ഹരി ഓർത്തുകൊണ്ട് അതുവരെ പിടിച്ചു വെച്ച കണ്ണുനീരൊക്കെ അവൾ പുറത്തേക്ക് ഒഴുകി. കരയല്ലേ ലച്ചു? എന്നിട്ടും അവൾ തേങ്ങുകയാണ്. ഹരി ഒന്നും മിണ്ടിയില്ല. കുറച്ചു മുൻപ് റോഷനെ വിളിച്ച സന്തോഷവും ആശ്വാസവും ഒക്കെ ലച്ചുവിൻ്റെ ഈ വിളിയിൽ തകർന്നു. അളിയ റൂമിലില്ലേ? ഇല്ല, എത്തിയിട്ടില്ല, താഴെയാണ്. പറയുമ്പോൾ ലച്ചു ഒന്ന് തേങ്ങി. ഇവിടെ വന്നപ്പോൾ മുതൽ ആകെ ഒരു നെഗറ്റീവ് വൈബ്, ഒരു പേടി പോലെ. അവൾക്ക് വീണ്ടും വീണ്ടും കരച്ചിൽ വന്നു. അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്ത പോലെ. കരയാതിരിക്കെ, ഞാൻ നാളെ ഓഫീസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഏട്ടൻ കിടന്നോ? കിടന്നു, ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറക്കം വരുന്നില്ല. ഓരോന്നും ആലോചിച്ച് കിടന്നതേ. നീ ഉറങ്ങിക്കോ, ആളിനിപ്പോൾ വരില്ലേ? വരുമായിരിക്കും. എന്നാൽ കിടന്നോ. ശരി. കൂടുതലൊന്നും അവളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഹരി ഫോൺ വെച്ചു. സംസാരിക്കും തോറും അവളെ സങ്കടം കൂടുകയുള്ളൂ, അല്ലാതെ കുറയില്ല. അതുകൊണ്ടാണ് ഫോൺ കട്ടാക്കിയത്. ഹരി ഓരോന്നും ആലോചിച്ചിട്ട് ബെഡിലേക്ക് മുഖം അമർത്തി കണ്ണുകൾ അടച്ചു. ലജ്ജി ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ടിരുന്നു. ആ സമയം തന്നെ റയൻ ഡോർ തുറന്ന് റൂമിലേക്ക് കയറി വന്നു.